എന്തിനാണ് ഈ റോഡൊക്കെ നനയ്ക്കണത്? കാത്തോട്ട് പൊടി ഏറിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. അതൊന്ന് നനച്ചു കൊടുക്കണത്. അല്ല, നീ ഏത് വെള്ളം എടുത്താണ് നനയ്ക്കണേ? പൈപ്പിലെ വെള്ളം അല്ലാണ്ട് ഏത് വെള്ളം? പൈപ്പ് വെള്ളോ? നിർത്തി നിർത്തി നിർത്ത്. ഞാൻ നിർത്തരേ. ഞാൻ മര്യാദക്ക് നനച്ചോണ്ടിരുന്നില്ല. പൊടി കയറണോണ്ടല്ലേ ഈ നനയ്ക്കണത്. ചേട്ടനല്ലേ ഇടയ്ക്ക് ഇതുപോലെ നനയ്ക്കണം എന്ന് പറയണത്. വേറൊന്നുമല്ല, ഞാനിന്ന് പണിക്ക് പോയില്ലേ. ആ പണിക്ക് പോയ സ്ഥലത്ത് ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത്ര കഷ്ടപ്പെട്ടു പോയി. ഇവിടെ ഞാൻ കാലത്ത് 2 കുപ്പി വെള്ളം കൊണ്ടുപോയി. അത്രയ്ക്ക് വെയിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ആയപ്പോഴേക്കും ആ വെള്ളമൊക്കെ ആണ് തീർന്നു. ഞാൻ സത്യം പറഞ്ഞ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ടുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാങ്കറിൻ്റെ ഓടിക്കുന്ന വെള്ളം വരുവുള്ളൂ അവിടെ കുടിക്കണ വെള്ളം. പിന്നെ അവിടെ പൈപ്പ് ഉണ്ട്. അത് പൈപ്പ് തുറന്നാൽ ചിലപ്പോൾ കാറ്റായിരിക്കുള്ളൂ, വല്ലപ്പോഴൊക്കെ വെള്ളം വന്നാലായി. അത്രയ്ക്ക് സൂക്ഷിച്ചാണ് അവർ ഈ കുടിവെള്ളം അവർ ഉപയോഗിക്കണത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ 2 കുപ്പി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇല്ല തരാനായിട്ട്. ഞാനവൻ റോട്ടിൽ നിന്ന് സാധനം വെള്ളം മേടിച്ച് വന്നവരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വീണ് പോകുന്നതായിപ്പോയി. നമ്മളപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഒരു തുള്ളി കുടിവെള്ളത്തിൻ്റെ അവസ്ഥയെ, അതിൻ്റെ ഒരു ആവശ്യം നമ്മളെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് അപ്പോഴാണ്. ഞാൻ വിഷമിച്ചു അത്രയും നേരം. അപ്പം ഞാൻ ആലോചിച്ചാൽ അവർ എത്രത്തോളം കഷ്ടപ്പെടണ്ടാവും ഇത്തിരി കുടിവെള്ളത്തിന്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടകരമായിട്ട് തോന്നിയത്. അപ്പോഴാണ് നമ്മളുടെ ഈ വെള്ളം, നമുക്കിവിടെ 24 മണിക്കൂർ വെള്ളമുണ്ട്, അതുവരെ അവർക്ക് കിട്ടണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ വെള്ളം ഇവിടെ വെറുതെ ഒഴിച്ച് പാഴായി കളയുന്നത്, ഈ ചെടി നനയ്ക്കാനും ഈ റോഡ് നനയ്ക്കാനൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നി. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ അടുത്ത് നനയ്ക്കില്ലെന്ന് പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ ആ കിണറ്റിൽ നിന്ന് അടുത്ത് നനയ്ക്കും. അവരുടെ അവസ്ഥ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളിവിടെ പാഴായി കളയുന്ന ഓരോ തുള്ളി വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മൂല്യം എത്രത്തോളം നമുക്ക് മനസ്സിലാവും.